എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈജ ബബുദയെ വിളിക്കുന്നതാണ് ആദ്യമേ കാണിക്കുന്നത്. ബബുദ ഫോൺ എടുക്കുന്നത് വൈജ് പറയും, ഞാൻ നിൻ്റെ അമ്മയാണ്, ചത്തിട്ടില്ല ഞാൻ എന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാന്ന് പറയുമ്പോൾ, ഓ അത് പറയാനാണോ അമ്മ ഇപ്പം വിളിച്ചത്? അതേതായാലും എനിക്ക് മനസ്സിലായ കാര്യമാണ്, അതിപ്പോൾ അമ്മ വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, ഇങ്ങനെയാണോടി ഒരു അമ്മയോട് സംസാരിക്കേണ്ടത്? ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒരെണ്ണം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? നീയൊന്നും ഇങ്ങോട്ട് വരുന്നില്ല, നാട്ടുകാരെ പേടിച്ച് പുറത്തിറങ്ങാൻ മേലാത്തത് കൊണ്ടാണ് വരാത്തത് എന്ന് കരുതാം. ഫോൺ വിളിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതെങ്കിലും നീയൊക്കെ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ബബുദ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇങ്ങോട്ടും വിളിക്കാമല്ലോ എന്ന്. എന്നിട്ട് പറയുവാണ്, അമ്മ വിചാരിക്കുന്നത് പോലെ ഇവിടെ AC റൂമിൽ ഞങ്ങളെല്ലാം സുഖിച്ച് ഇരിക്കുമൊന്നുമല്ല, ഞങ്ങൾക്കും ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ 2-3 തവണ നാട്ടുകാർ വീടിന് പുറത്ത് വന്ന് ബഹളം വെച്ചു. അവർ കല്ലെടുത്ത് എറിഞ്ഞ് വീടിൻ്റെ ചില്ല് വരെ പൊട്ടിച്ച് വെച്ചേക്കുവാണ്. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. എൻ്റെ പഠിപ്പും കാര്യങ്ങളും എല്ലാം മുടങ്ങിയ സ്ഥിതിയാണ്. ഇനി എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത് എന്നോർത്ത് ബാക്കിയുള്ളവന് സമാധാനമില്ല. അപ്പോഴും അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അമ്മയുടെ മോൻ ജയിലിൽ കയറിയതൊന്നും അമ്മ അറിഞ്ഞില്ലായിരുന്നോ? ആ വിഷമമൊന്നും അമ്മയ്ക്കില്ലേ എന്നൊക്കെ ചോദിക്കുക. അന്നേരം വൈജ പറയുവാണ്, ഞാൻ എൻ്റെ മനസ്സിന് സമാധാനമില്ലാഞ്ഞിട്ട് ഇത്തിരി സമാധാനത്തിന് വേണ്ടി അങ്ങോട്ട് വിളിച്ചത്. അന്നേരം നീ എൻ്റെ തലയിൽ തീ കോരിയിടുവാണോ എന്ന് ചോദിക്കുമ്പം, ഉള്ള കാര്യമാണ് പറഞ്ഞത്, ഞങ്ങളിവിടെ എങ്ങനെയാണ് കഴിയുന്നത് എന്ന് ഞങ്ങൾക്കേ അറിയാവുള്ളൂ എന്നിങ്ങനെ പറയുമ്പം വൈജ ചോദിക്കും, അവിടെ നിങ്ങളുടെ കാര്യമൊക്കെ നോക്കുന്നത് അലീനയാണോ എന്ന്. അന്നേരം ആ സാധനം പറയുവാണ്, അവൾ എന്നെ നോക്കാനാ, കുറേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും, പിന്നെ ആരെങ്കിലും വരുമ്പോൾ ഓടിപ്പോയി അങ്ങ് വാതിൽ തുറക്കും, അവളാണ് ഈ വീട് ഭരിക്കുന്നത് എന്ന് കാണിക്കാൻ. അത്രയൊക്കെ ഉള്ളൂ, അല്ലാണ്ട് ഇവിടെ എന്താ നടക്കാനാ? അവളാണല്ലോ ഇവിടെ ഭരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാനേ തോന്നുന്നില്ല, ഇതൊരു വീടേ അല്ല എന്നൊക്കെ പറയുമ്പം വൈജ് പറയുവാണ്, അതൊരു വീടായിരുന്നു, നല്ല ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉള്ളൊരു വീടായിരുന്നു. ആ പിശാച് വന്ന് കയറിയതിന് ശേഷമാണ് ആ വീട് ഇങ്ങനെയായി മാറിയത് എന്നിങ്ങനെ പറയുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശിവേട്ടനും രാജീവൊന്നും അങ്ങോട്ട് വന്നില്ലേ എന്ന്. അന്നേരം ഒരേട്ടന്മാരും ഇങ്ങോട്ട് വന്നില്ല. ഗോവർദ്ധനങ്ങളും സുലോചനാൻ്റിയും വന്നിട്ടുണ്ടായിരുന്നു. സുലോചനാൻ്റി അടുക്കളയിൽ കയറി എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, അല്ലാതെ വേറെ ആര് വരാനാ എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോൾ എന്ത് ചെയ്യുന്നു ചോദിക്കും. അന്നേരം ബബിത പറയുന്നുണ്ട്, അവൾ അലീനയുടെ പുറകെ വാലേ നടക്കും, അല്ലാതെ വേറെ എന്താ? പിന്നെ ഇവിടെ ഇനി പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല, മടുത്തു, എങ്ങോട്ടേലും ഇറങ്ങിപ്പോയാലോ എന്ന് എനിക്ക് തോന്നുവാണ്. അമ്മയ്ക്ക് ഇനി ഒരുപാട് കാലം അവിടെ കിടക്കേണ്ടി വരുമോ? പെട്ടെന്നൊന്നും പോരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പം, കുറച്ച് നാളൂടെ എനിക്കിവിടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ, കിടന്നേ പറ്റുള്ളൂ. ആ സമയം നീയും അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, രോഹിയേട്ടൻ്റെ കാര്യം എങ്ങനെയാണ്? അങ്കിളുമാർ നോക്കിയാൽ എന്തെങ്കിലും നടക്കുമോ എന്ന്. അന്നേരം വൈജയന്തി പറയും, അവർക്ക് ഹരിയുടെ കാര്യം നോക്കണ്ടേ, പിന്നെ നമ്മുടെ കാര്യത്തിലൊന്നും വലിയ ഉത്സാഹം ഇല്ലാത്തതുപോലെയാണ് അവർ പെരുമാറുന്നത്, അവനവൻ്റെ കാര്യം അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പം ബബിത ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഉടനെ അങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അച്ഛൻ എന്തിനാണ് അവിടെ കിടക്കുന്നത്? അച്ഛന് കുറഞ്ഞില്ലേ എന്ന് ഒക്കെ ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അതൊക്കെ നീ നിൻ്റെ അച്ഛനെ തന്നെ വിളിച്ച് ചോദിക്കുക, എന്നിട്ട് രോഹിത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശമുണ്ടോ എന്നുകൂടി ഒന്ന് ചോദിച്ചേരെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുവാണ്. പിന്നെ കാണിക്കുന്നത് സുലോചനയും അലീനയും കൂടി അടുക്കളയിൽ കയറി ചായയും അതുപോലെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൊണ്ട് വെച്ചിട്ട് സുലോചന പറയുന്നുണ്ട്, കുട്ടികളെയൊക്കെ വിളിക്കുക, അതുങ്ങളിലൊക്കെ മുഖം കണ്ടേച്ചാൽ മതി, എന്തെങ്കിലും ഒന്ന് കഴിക്കുകയോ കുടിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയും. അലീന അന്നേരം കൃഷ്ണമോളെ വിളിക്കും. കൃഷ്ണമോൾ വന്നു കഴിയുമ്പം കൃഷ്ണമോളോട് പറയുവാണ്, ബബിതേനെ ഒന്ന് പോയി വിളിച്ചുകൊണ്ട് പോവാ, ഞാൻ വിളിച്ചാൽ അവൾ വരില്ല എന്ന്. അങ്ങനെ കൃഷ്ണമോളെ ബബിതയെ വിളിക്കാൻ പോയി കഴിയുമ്പം സുലോചന ചോദിക്കുന്നുണ്ട്, അവളെന്താ ഇങ്ങനെ പെരുമാറുന്നത്? വീട്ടിലൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് നോക്കിയില്ല, അവരോട് സംസാരിക്കുകയില്ല, യാതൊരു മര്യാദയും, മുതിർന്ന ഒരാൾ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കുവാണെങ്കിൽ ഒന്ന് എഴുന്നേക്ക് പോലും ഇല്ല, ഇങ്ങനെയാണോ പിള്ളേരെ പഠിപ്പിച്ച് വെക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം, അത് എനിക്കറിയത്തില്ല, ഈ ശീലങ്ങളെല്ലാം ചെറുപ്പത്തിൽ പഠിപ്പിക്കേണ്ടതല്ലേ, എനിക്ക് പറ്റുന്നതുപോലെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അവളോട് സംസാരിക്കുന്ന പോലും അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പം, ഇതെല്ലാം ചേച്ചി പഠിപ്പിച്ച് വെച്ചതാ, ചേച്ചിക്ക് ഞങ്ങളോടെല്ലാം ഭയങ്കര പുച്ഛമാണ്, ഞങ്ങൾ ആരുടെയൊക്കെ ഔദാര്യത്തിൽ ജീവിക്കുന്നവരാണ് എന്നൊരു മട്ടിലാണ് ഞങ്ങളോട് പെരുമാറാറുള്ളത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന്. അപ്പോഴത്തേക്കും കൃഷ്ണമോളും ബബിതയും കൂടെ അങ്ങോട്ട് വരുവേ. ബബിത ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ച് അവിടെ അങ്ങ് വന്നിരിക്കുവാണ്. അന്നേരം മുഖത്തേക്ക് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ട് സുലോചന ചോദിക്കും, ബബിതയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും അസുഖമുണ്ടോ, എന്താ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അന്നേരം അവൾക്കതങ്ങ് ഇഷ്ടപ്പെടുകയില്ല. അപ്പോഴത്തേക്കും കൃഷ്ണമോൾ പറയും, കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെല്ലുമ്പോൾ കിടന്ന് ഉറങ്ങുമായിരുന്നു, അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അന്നേരം സുലോചന പറയും, എങ്കിൽ മുഖം ഒന്ന് പോയി കഴുകാൻ മേലായിരുന്നോ, ഒരു ഉണർവ് വരില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഉണർവ് വന്നിട്ട് എന്നാ കാണിക്കാനാ, അതിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയും, മുതിർന്ന
മുതിർന്നവർ പറഞ്ഞ കേക്ക് ബബിത നീ പോയി മുഖം കഴുകിയിട്ട് വാ എന്ന് പറയുമ്പോൾ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് സംസാരിക്കാൻ വരരുത് എന്ന്. എനിക്ക് നിന്നോട് സംസാരിക്കുന്ന പോലും ഇഷ്ടമല്ല. ഇവൾ ഒറ്റ ഒരുത്തി ഈ വീട്ടിൽ കയറിയ പിന്നെയാണ് ഈ കുടുംബം ഇങ്ങനെയായത്. അമ്മ എന്ന് വിളിച്ചപ്പോഴും അത് എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പം ആകെ സങ്കടമാകുന്നുണ്ട് അലീനയ്ക്ക്. അന്നേരം അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന സുലോചന പറയുന്നുണ്ട്, ആരുടെ സ്വഭാവ ഗുണം കൊണ്ടാണ് ഈ കുടുംബം ഇങ്ങനെ ആയത് എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട. പിന്നെ നീ എന്നാ കണ്ടുകൊണ്ടാണ് ഈ കിടന്ന് അഹങ്കരിക്കുന്നത്? നിൻ്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാവോ? നിൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. നിൻ്റെ ചേട്ടനാണെങ്കിൽ ബലാത്സംഗ കേസിൽ ജയിലിലേക്ക് പോയി, അവിടെയാണ് അവൻ്റെ വാസം. എന്നിട്ടും നിനക്ക് അഹങ്കാരത്തിന് കുറവൊന്നുമില്ല അല്ലേ? നീ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ ഫേസ് ചെയ്യാനോ അവരുടെ നടുക്കൂടെ ഒന്ന് നടക്കാനോ എന്തെങ്കിലും നിന്നെക്കൊണ്ട് പറ്റുമോ? ഇതൊന്നും പറ്റിയില്ല. എന്നിട്ടും അഹങ്കാരത്തിന് കുറവില്ല. ഈ സ്വഭാവം കൊണ്ടൊന്നും അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റിയില്ല മോളെ. ഇതൊക്കെ മാറ്റിവെച്ച് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ ഒത്തൊരുമയോടുകൂടി പോകാൻ നോക്കണം, എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സുലോചന കുറച്ച് പറയുന്നുണ്ട്. സുലോചനയ്ക്ക് ദേഷ്യം വന്നു ബബിതയുടെ ആ സ്വഭാവം കാണുമ്പോൾ. അപ്പോഴത്തേക്കും അലീനയുടെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേൾക്കൂട്ടോ. മനു ആണ് വിളിക്കുന്നത്. കൃഷ്ണമോൾ ഇതേ ചേച്ചി ഫോൺ ബെല്ലടിക്കുന്നു എന്ന് പറയുമ്പോൾ അലീന പോയി ഫോൺ എടുക്കുവാണ്. ഫോൺ എടുത്ത് കഴിയുമ്പോൾ മനുവിന് ആകെ വിഷമം. അലീന നീ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറയുമ്പം എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ എന്താ മനുവേട്ടന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ടെൻഷനല്ലേ ഉള്ളൂ, ഇനിയിപ്പം ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, നാട് വിട്ടു പോയാലോ എന്ന് പോലും എൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ അഭിമാനവും അഡ്രസ്സും എല്ലാം പോയ അവസ്ഥയല്ലേ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, നമ്മൾ തളരാതെ പിടിച്ചു നിന്നാൽ മതി. ഈ അഭിമാനം അഡ്രസ്സും ഒക്കെ നമുക്ക് ഓരോരുത്തർ ഇതിനു മുമ്പേ കരുതി വെച്ചതുപോലെ ഇരിക്കുന്നതല്ലേ. നമ്മളൊരു വേറൊരു നാട്ടിൽ ചെന്നാൽ ഇതൊന്നുമില്ല. നമുക്ക് അവരുടെ ഇടയ്ക്ക് അവരിൽ ഒരാളായി ജീവിക്കാൻ പറ്റുമല്ലോ, പിന്നെ എന്താ, അങ്ങനെ വിഷമിക്കില്ലേ എന്നൊക്കെ പറയുന്നു. അന്നേരം മനു പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുണ്ട്, ഞാൻ അങ്ങോട്ട് വരുമ്പം കാണാം എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ്. അതിനുശേഷം മനു വൈജയന്തിയെ പോയി കാണുവാണ് കേട്ടോ. വൈജയന്തിയുടെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ് മനു ആകെ വിഷമത്തോടെ. അന്നേരം വൈജയന്തി ചോദിക്കും, നീ കോടതിയിൽ പോയായിരുന്നു എന്ന്. അന്നേരം മനു അറിയില്ല, ഞാൻ കോടതിയിൽ പോയില്ല എന്ന് പറയുമ്പോൾ അതെന്താ നീ പോകാത്തതെന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട്, ഞാൻ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് പോകാത്തത്. കൊച്ചച്ഛനും അച്ഛനും പോയായിരുന്നു, അവരും പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അവരും കുറച്ച് നേരം വണ്ടി ഓടിച്ച് അവിടെ വരെ ചെന്നു, അവിടെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു അവർ തിരിച്ചു പോകുന്നു, അത്രയേ സംഭവിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ അവർ എത്ര ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തേക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം 30 ദിവസം എന്ന് പറയുമ്പോൾ 30 ദിവസമോ, സാധാരണ 14 ദിവസമല്ലേ റിമാൻഡ് ചെയ്യുന്നത്, ഇതെന്താ 30 ദിവസം എന്ന് ചോദിക്കുമ്പം ഇത് സാധാരണ കേസല്ലല്ലോ ആൻറ്റി, ഇത് നാട്ടുകാരെല്ലാം ചർച്ച ചെയ്യുന്ന വലിയൊരു സെൻസേഷനായ കേസല്ലേ, അതുകൊണ്ടാണ് എന്ന് പറയുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, നാട്ടുകാരെന്തിനാ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്? അവർക്ക് വേറെ ഒരു പണിയുമില്ലേ? ഈ നാട്ടിൽ വേറെ ഒരു പ്രശ്നങ്ങളും നടക്കുന്നില്ലേ? ആകപ്പാടെ വന്നൊരു തെറ്റ് ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ തോന്നൂല നാട്ടുകാരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടാൽ എന്നിങ്ങനെ പറയുമ്പം മനു പറയുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റാരുടെയെങ്കിലും കുടുംബത്തിലെ കാര്യമാണെങ്കിൽ നമ്മളും ചിലപ്പം ചർച്ച ചെയ്തേനെ. ആ അവസ്ഥയിലാണല്ലോ ഇപ്പോൾ ആൾക്കാരുടെയൊക്കെ മൈൻഡ് എന്നിങ്ങനെ പറയുവാണ്. അന്നേരം വൈജയന്തി പറയുക, എടാ നീ ജയിലിലോട്ട് ചെല്ലണം കേട്ടോ, അവിടെ ചെന്നിട്ട് അവർക്ക് എന്തെങ്കിലും നല്ല ഫുഡ് പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അവർക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കില്ലല്ലോ, വിശക്കാതെ ഇങ്ങനെ അവിടെ കിടന്നോട്ടെ എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, അതൊക്കെ അച്ഛനും കൊച്ചച്ഛനും കൂടെ ചെയ്തോളുമെന്ന്. അന്നേരം പിന്നെയും ചോദിക്കും, അവർക്ക് ഇനി അടി കിട്ടുമോ? നിനക്ക് അവരെ സ്റ്റേഷനിൽ പോയി കണ്ട് അടിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ മേലായിരുന്നോ, പോലീസുകാരുമായിട്ട് സംസാരിക്കാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടിക്കാതെ ഉമ്മ വയ്ക്കണോ എന്ന് അവരെന്നോട് ചോദിക്കും. പിന്നെ അടി കിട്ടാനുള്ളതൊക്കെ ഇന്നലെ തന്നെ കിട്ടിക്കഴിഞ്ഞു, അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പം ഇനി ജയിലിൽ വെച്ച് അടി കിട്ടുമോ എന്ന് ചോദിക്കും. അന്നേരം ഈ കേസായതുകൊണ്ട് അവിടെ നിന്നും കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പം വൈജയന്തി പറയുവാണ്, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നമാരെല്ലാം നരകിച്ച് ചാവുള്ളൂ, അവന്മാർക്കൊന്നും സമാധാനം ഇനി കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പം മനു പറയുന്നുണ്ട്, ഇതിൻ്റെ അപ്പുറം പ്രാകുന്ന മനമൊരുക്കി കരയുന്ന വേറെ ഒരു അച്ഛനും അമ്മയുണ്ട്. ആരാന്നറിയാമോ? ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും. അതെന്താ മറന്നുപോയോ എന്ന് ചോദിക്കുക. അന്നേരം വൈജയന്തി പറയുവാണ്, അത് പെൺപിള്ളേരായ മര്യാദയ്ക്ക് ജീവിക്കണം, അല്ലാതെ ആമ്പിള്ളേർ കൈയും കാലും ഒക്കെ കാണിക്കുമ്പോൾ ആ കൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. +2 പഠിക്കുന്ന പെണ്ണല്ലായിരുന്നു, അപ്പം മര്യാദയ്ക്ക് ഇരിക്കണം എന്ന് പറയുന്നെങ്കിൽ മനുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നല്ലത് തിരിച്ചു പറയാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു നേഴ്സ് കയറി വരുന്നത്. അന്നേരം മനു ഒന്നും മിണ്ടില്ല, അവരെന്തോ വെക്കാനായിട്ട് വന്നതാണ്, അതവിടെ വെച്ചിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോയി കഴിയുമ്പം വൈജയന്തി പിന്നെയും പറയുവാണ്, 4 ആൺപിള്ളേരുടെ ജീവിതം നശിപ്പിച്ചോള്, അത്രയാണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം ആണിനും പെണ്ണിനും പരസ്പരം ഉണ്ടാകുന്നതാണ്. ആ ആണിനോടുള്ള വിശ്വാസം കൊണ്ടല്ലേ പെണ്ണ് കൂടെ പോകുന്നത്. അന്നേരം അവളെ ചതിക്കുകയും റേപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്താ മറുപടി പറയേണ്ടത്, അതിനെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുവാണ്, പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് വീട്ടിലിരിക്കണമെന്ന്. വീട്ടിലൊരു പെണ്ണുണ്ട്, ഈ
പ്രായം ഒക്കെ തന്നെ ഉള്ളത്. അവൾ കാണിച്ചു കൂട്ടുന്നത് ഇതിൻ്റെ അപ്പുറമാണ്. അത് തള്ളയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത്. ഏതായാലും മനുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ സാധനത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് മനു ഇങ്ങനെ കടിച്ച് പിടിച്ച് നിൽക്കുക. അതിനിടയ്ക്ക് ബാലേന്ദ്രനെയും കുറ്റം പറയുന്നുണ്ട്. തന്ത പിഴച്ചു പോയി, തന്തയുടെ സ്വഭാവം ഇങ്ങനെയാണ്, അപ്പോൾ പിന്നെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയതെന്നും പറയുന്നുണ്ട്. പിന്നെ അമ്മ പരിശുദ്ധി ആയതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിയുമ്പം വൈജയന്തി പിന്നെയും പറയുകയാണ്, അവരുടെ അച്ഛനുണ്ട് ഇവിടെ ഹാർട്ട് അറ്റാക്കാണ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വന്ന് കിടപ്പുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മോന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ, അതാകുമ്പം ആരും അന്വേഷിക്കാനൊന്നും വരികയില്ല, അറ്റാക്കാന്ന് പറഞ്ഞാൽ അവിടെ കിടന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയുമ്പം മനു പറയുന്നുണ്ട്, എനിക്ക് അങ്കിളിനെ കാണണമെന്നുണ്ട്, പക്ഷേ അങ്കിളിനോട് നല്ല കാര്യങ്ങളൊന്നും പറയാനില്ല, അങ്കിൾ ആകെ വിഷമിച്ച് കിടക്കുമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതിരുന്നത് എന്ന് പറയുമ്പോൾ എന്ത് വിഷമം, അവനെ എന്നും ശാസിക്കുമായിരുന്നു, എന്നും ചോദ്യം ചെയ്യലും തല്ലും ഒക്കെയായിരുന്നു, അങ്ങനെ സഹിയിട്ട് അവൻ ഇങ്ങനെയായി പോയത് എന്നൊക്കെയാണ് വൈജയന്തി പറയുന്നത്. ഇങ്ങനത്തെ തള്ളയ്ക്ക് അതുപോലത്തെ മകനെ ഉണ്ടാകുകയുള്ളൂ, അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് തന്നെ മനു പറയുന്നുണ്ട്, കുഴപ്പമില്ല, എല്ലാം ശരിയാകും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം അലീനയാണ്. അത്തെ കയറി പിടിക്കുവാണ് വൈജയന്തി കണ്ടോ, നിനക്കും മനസ്സിലായില്ലേ, നിനക്ക് ഏത് നേരത്താണ് അവളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ തോന്നിയത്, അതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ആ രീതിയിലല്ല, അന്ന് അവന്മാർ അലീനയോട് ആ തെമ്മാടിത്തരം കാണിച്ചപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ പരാതി കൊടുക്കണമായിരുന്നു. അലീനെ കൈയും കണ്ണും കാണിച്ചിട്ടൊന്നും അല്ലല്ലോ അവന്മാർ ആ പരിപാടി കാണിച്ചത്, അവന്മാരുടെ കയ്യിലിരിപ്പ് അന്നേ അങ്ങനെ ആയതുകൊണ്ടല്ലേ. അന്ന് അവൾ പരാതി കൊടുത്തായിരുന്നെങ്കിൽ 2 അകത്ത് കിടന്നേനെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ കേസ് ഉണ്ടാകുകയില്ലായിരുന്നു, ആ പെൺകുട്ടിയെങ്കിലും രക്ഷപ്പെട്ടേനെ. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പം, ഇപ്പോഴും നീ ആ പെണ്ണിൻ്റെ പുറകെയും അലീനയുടെ സൈഡൊക്കെ ആണോ, നീ ശരിക്കും കുടുംബക്കാരുടെ ഒപ്പമല്ലേ നിൽക്കേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട്, ഞാൻ ന്യായത്തിൻ്റെ ഒപ്പമാണ്. അന്നേരം വൈജയന്തി ഉപദേശിക്കുവാണ്, ഈ ന്യായമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാതെ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ കൂടെയും അതുപോലെ ബന്ധുക്കളുടെ കൂടെയാണ് ഇപ്പം നിൽക്കേണ്ടത്, എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പം, ഓ ഞാൻ അങ്ങനെയല്ല, ഞാൻ എന്താ ഇങ്ങനെയായി പോയെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പം, നീ ഒരു കാര്യം ചെയ്യേ, ആ പിള്ളേരുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ആയിക്കോട്ടെ എല്ലാം ശരിയാകും, ഒറ്റ കാര്യം ചെയ്താൽ മതി, സ്വന്തം മനസ്സ് ഒന്ന് നന്നാക്കിയാൽ മതി, എല്ലാം ശരിയായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് ഇറങ്ങിപ്പോവാം. അന്നേരം മനു അത്രയും കേട്ടുകൊണ്ട് നിന്നതിൻ്റെ ഓരോ മറുപടി ഒറ്റയടിക്ക് പറഞ്ഞു തീർത്ത പോലെ ആയിപ്പോയി, മനസ്സ് ശരിയായാലേ എല്ലാം ശരിയാവുള്ളൂ എന്ന്. അത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഏതായാലും മനു അവിടുന്ന് പോന്നു കഴിയുമ്പോഴത്തേക്കും മനുവിനെ കൃഷ്ണമോള് വിളിക്കുക. കൃഷ്ണമോള് ടി വിയിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടു, അവരെ ജയിലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി കയറ്റിയപ്പോൾ ഉണ്ടായിരുന്ന പ്രകടനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കണ്ട് ആകെ പേടിച്ച് കൃഷ്ണമോള് വിളിക്കുക, ഇനി അവരുടെ കാര്യം എന്താകും എന്ന് ചോദിച്ചു. അന്നേരം മനു പറയുന്നുണ്ട്, അതൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്, അവർ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കും, പല രീതിയിൽ റോസ്റ്റ് ചെയ്യും, പല രീതിയിലായിരിക്കും ഇനി വാർത്തകൾ വരുന്നത്, എല്ലാം 2 ദിവസത്തേക്കേ കാണുകയുള്ളൂ, അത് കഴിയുമ്പോൾ അവർക്ക് വേറെ വാർത്ത കിട്ടും, അവർ ആ വാർത്തയുടെ പുറകെ പോകും. അതുകൊണ്ട് ഇതൊന്നും കണ്ട് പേടിക്കേണ്ട, എല്ലാത്തിനും ഒരവസാനം ഉണ്ടാകും, അതോർത്ത് സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോളെ ആശ്വസിപ്പിക്കുന്ന മനുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നും പ്രൊമോ ഒന്നും കാണിച്ചിട്ടില്ല.